ഇതാണ് മംദൂഹ്. സാധനം നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എന്താ സുബഹിൻ്റെ മുമ്പ് ജനിച്ചത്? സുബഹിക്കരിച്ചിട്ടാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനോട് പറയാൻ പോകാൻ വെളിച്ചം ഉണ്ടാവും, സൗകര്യമാവില്ലെന്ന് നമുക്കങ്ങനെ തോന്നുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ അത് ഫജ്ർ, പിന്നെ അതായത് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പ്രകാശമുണ്ടാവും. ആ പ്രകാശം കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞോക്കണേന് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിലും അല്ലെങ്കിലും നബിതങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയം തന്നെ ആകുന്നു എന്നുള്ളിടത്തേക്ക് എത്തണം. ഇതാണ് മംദൂഹ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മൾ പറയലുണ്ട്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. കൈ എന്തിനാ അവിടെ തന്നെ കെട്ടുന്നത്? അത് ഹൃദയത്തിൽ ഈമാൻ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയുള്ള സൂചനയായിട്ട് ആയിരിക്കാം. അല്ലെങ്കിലും കൈ അവിടെ തന്നെ കെട്ടേണ്ടത്, അവിടെ തന്നെ കെട്ടേണ്ടത്. ഇതാണ് സംഗതി മംദൂഹ്. മദ്മൂം എന്ന് പറയുന്നതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. യുക്തിയിൽ ഒതുങ്ങാത്തതിനാൽ വേണ്ടാന്ന് വെക്കുക, അതാണ് മദ്മൂമായത്, അതാണ് യുക്തിവാദം. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ്, ആദ്യ ഭാഗമാണ് നെളിർ എന്ന് പറയുന്ന ചിന്ത. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ ബുദ്ധിയിൽ തന്നെയുണ്ട്, അവൻ്റെ യുക്തിയിൽ തന്നെ ഉണ്ട് എന്നതാണ് അതിലെ ഒന്നാം ഭാഗം. മനുഷ്യൻ എങ്ങനെ എന്തൊക്കെ പറ്റൂ എന്തൊക്കെ പറ്റൂല എന്നുള്ളത് അവന് സ്വയമായി തീരുമാനിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. ലോകത്തെ എല്ലാ ജീവികളുടെയും വിവരവും മനുഷ്യൻ്റെ വിവരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തെ എല്ലാ ജീവികൾക്കും വിവരവും മനുഷ്യന് വിവരത്തിനുള്ള വിവരവുമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും വിവരമുണ്ട്. പൂച്ചക്ക് വിവരമുണ്ട്. എന്താ വിവരം? രണ്ട് വിവരമാണുള്ളത്. ഒന്ന് ജൽബുൽ മൻഫഅത്ത് എന്ന ഉപകാരത്തെ കൊണ്ടുവരാനുള്ള വിവരവും, രണ്ട് ദഫ്ഉൽ മളറത്ത് എന്ന ഉപദ്രവത്തെ തടയാനുള്ള വിവരവും. സർക്കസിൽ ആന സല്യൂട്ട് അടിച്ചു കാണിക്കും. എന്തിന്? പനമ്പട്ട കിട്ടാൻ, ഉജീനം കിട്ടാൻ. ജൽബുൽ മൻഫഅത്ത്. പിന്നെ കാണിക്കും എന്തിന്? ദഫ്ഉൽ മളറത്ത്, അടി കിട്ടുന്നത് തടുക്കാൻ. നായയെ കാണുമ്പോൾ പൂച്ച ഓടുന്നു. എന്താ കാരണം? ജീവൻ കിട്ടാൻ. ദഫ്ഉൽ മളറത്ത്. മനുഷ്യൻ അങ്ങനെ തന്നെ ഓടൂല. എന്താ കാരണം? പൂച്ചൻ്റെ വിവരം മനുഷ്യൻ്റെ വിവരം അറിയാമാതിരിയല്ല. മനുഷ്യൻ നോക്കുക, എന്താ കാട്ടണമെന്ന് നോക്കാലോ, അതിന് ശേഷം നമുക്ക് തീരുമാനമാക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. അതാണ്